ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ 25ാമത്തെ ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വെയിറ്റ് നോക്കാമെന്ന് കരുതി. എല്ലാവരുടെയും കമൻറ്റ് ഉണ്ടാവാറുണ്ട്, വെയിറ്റ് എത്രയായി, കുറഞ്ഞോ കൂടിയോ, അങ്ങനെയുള്ള ഒരുപാട് കമൻറ്റ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും നമുക്കൊന്ന് നോക്കാം എത്രയായി എന്നുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഫോൺ പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് കയറി നോക്കുകയാണ് കേട്ടോ. ഫോൺ കൊണ്ട് തന്നെ അതിൻ്റെ കൂടി വെയിറ്റ് നമുക്ക് എത്രയായാലും ഫോൺ ചെറുതായിട്ടൊരു വെയിറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും വെച്ചിട്ടാണ് ഞാൻ ആദ്യം നോക്കിയത്. അപ്പോൾ 103.25 കണ്ടത്. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പേടി തോന്നിയിട്ടാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 103.4 103.5 അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം വെയിറ്റ് നോക്കിയപ്പോൾ. അപ്പോൾ അതിൽ വലിയ മാറ്റമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫോണൊക്കെ അവിടെ വെച്ചിട്ട് ഒന്ന് കയറി നോക്കി. അതിനുശേഷം വീഡിയോ എടുത്തതാണ്. അപ്പോൾ കാണുന്നത് 102.6 കേട്ടോ. അപ്പോൾ കറക്റ്റ് കാണാത്തത് കൊണ്ട് ഞാൻ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് കയറി ഇറങ്ങിയപ്പോൾ 102.8. അപ്പോൾ ഞാൻ വീണ്ടും കയറി ഇറങ്ങി നിന്നപ്പോൾ പിന്നെ 102.6 കാണുന്നുണ്ട്, 102.8 കാണുന്നുണ്ട്. അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആവണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി 102.8 ആവട്ടെ എന്ന് കരുതി അതങ്ങോട്ട് ഫിക്സാക്കി. അങ്ങനെ 102.8 ആവുമ്പോൾ നമ്മുടെ വെയിറ്റ് ഇപ്പോൾ ഈ ഒരു 25 ദിവസം കൊണ്ട് നമുക്ക് 5 കിലോനാണ് കുറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് 5 കിലോനാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച വെയിറ്റിന് ഇനി എന്താ പറയുക, നമുക്ക് 99.8 അല്ലെങ്കിൽ 99.9 കാണാൻ ഇനിയും നമുക്ക് 3 കിലോ കുറക്കാനുണ്ട്. അപ്പോൾ അത് കുറയോ ഈ ഒരാഴ്ച ഇല്ലല്ലോ, നമുക്ക് ഇനി 5-6 ദിവസമേ ഉള്ളൂ 1-ാം തീയതി ആവാൻ. അപ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ കുറയോ ഇല്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ എത്രയായാലും നല്ലോണം ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും കുറഞ്ഞല്ലോ 5 കിലോ കുറഞ്ഞാലും എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് അതൊരു 10 കിലോ കുറഞ്ഞ ഒരു സംഭവം എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ചുരിദാറും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ലൂസായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ രാവിലെ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടും ചെറുപയർ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കഴിച്ചിട്ടുള്ളത് ഇതാ നല്ലൊരു ചായ ഉണ്ടാക്കി, മധുരം ഇട്ടിട്ടില്ല കേട്ടോ, പാൽ ചായയാണ്, മധുരം ഇട്ടിട്ടില്ല. അതിൻ്റെ കൂടെ ഞാൻ ചെറുപയറാണ് കഴിച്ചത്. അത് എന്താ പറയുക, കറിയാക്കുന്നതിന് മുമ്പ് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് അച്ചാർ ഇന്നലെ കൊണ്ടുവന്നതായിരുന്നു, വെളുത്തുള്ളിൻ്റെ അച്ചാർ. അപ്പോൾ അതും കൂടി കൂട്ടിയാണ് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അച്ചാറും കൂട്ടി ഇങ്ങനെ ആ ഒരു പുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ എനിക്ക് വെളുത്തുള്ളിൻ്റെ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് കാണുന്നത് തന്നെ കേട്ടോ. ഇതന്നെ മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മുടെ അടുത്ത പരിപാടി എന്താണ്, നമുക്ക് ക്രിസ്മസ് ഡ്രസ്സ് ഇതുവരെ തയ്ച്ചില്ലല്ലേ. ഇന്നലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും ക്രിസ്മസിൻ്റെ ദിവസത്തിൽ തന്നെ നമുക്ക് ക്രിസ്മസ് ഡ്രസ്സ് തയ്ച്ചാലോ. അങ്ങനെ ഞാനിതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വേഗം നമ്മുടെ സ്റ്റിച്ചിങ് ഏരിയയിലേക്ക് കയറുന്നുണ്ട്. പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ. കാരണം താഴെ നമ്മൾ അലക്കിയതും മടക്കി വെച്ചതൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ കൂട്ടി വെക്കും. നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ എല്ലാം കൂടി എടുത്ത് കൊണ്ടുപോകും. അപ്പോൾ മുകളിലെ 2 റൂമിലും നല്ല അടിപൊളി അലമാര ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയാണ് എൻ്റെ ഡ്രസ്സും മക്കളുടെ ഡ്രസ്സും ഒക്കെ മടക്കി വെക്കാറ്. അപ്പോൾ ഇങ്ങനെ അലക്കിയതൊക്കെ ഞാൻ അങ്ങനെ അവിടെ മടക്കി താഴെ വെക്കും. മുകളിലേക്ക് കയറുമ്പോൾ മാത്രമേ കൊണ്ടുള്ളൂ കേട്ടോ. ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്താണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കണ്ണട കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഞാൻ മെലിഞ്ഞിട്ടുണ്ടോ കാര്യങ്ങൾ കാണിച്ചു തരാണ് കേട്ടോ. നല്ല മാറ്റം എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഡ്രസ്സൊക്കെ നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അധികം ലൂസ് കാണുന്നവർക്ക് ചിലപ്പോൾ വലിയ മാറ്റം തോന്നുന്നുണ്ടാവില്ല, പക്ഷേ എനിക്ക് നല്ല ലൂസായിട്ട് എന്താ പറയുക, ഒരു സുഖമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ 5 കിലോനാണ് കുറഞ്ഞിട്ടുള്ളതെങ്കിലും ഞാൻ ഭയങ്കര സന്തോഷത്തിലാട്ടോ. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ അതെങ്ങനെ കിടക്കുന്നത് എൻ്റെ സ്റ്റിച്ചിങ് സാധനങ്ങളാണ്. അത് നമ്മൾ തയ്ക്കുന്ന തുണികളും കാര്യങ്ങളും ഒരുപാടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മുകളിൽ ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് അതങ്ങനെ ഇടാന്നുള്ളൂ കേട്ടോ. അതൊക്കെ ഇനി ഒതുക്കി വെക്കാനൊക്കെ സ്ഥലമുണ്ട്, പക്ഷേ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടുന്നതാണ്. അപ്പോൾ ഇടയ്ക്കൊരു എന്താ പറയുക, പെട്ടെന്നൊരു ബോധോദയം വെച്ചിട്ട് ഞാനതൊക്കെ ഒടുക്കി പൊറുക്കി വെക്കും. പിന്നെ അത് കഴിഞ്ഞാൽ എടുക്കുമ്പോൾ പിന്നെയും പഴയ പോലെ ആവുന്നതാണ്. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ കാണിച്ചപ്പോഴേക്കും നീനുട്ടി ഇതാ മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ ഡ്രസ്സ് അവിടെ ആ ഒരു മോഡലിനനുസരിച്ച് ഞാൻ തയ്ക്കാൻ പോകുന്ന മോഡലിനനുസരിച്ച് ഒന്ന് അളവെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരു ചെറിയ ജീൻസിലേക്കൊക്കെ ഇടാൻ പറ്റിയ ടോപ്പ് പോലെയാണ് ഞാൻ തയ്ക്കുന്നത്. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ നീനുട്ടിക്കൊരു ക്രിസ്മസിൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതവൾ അന്ന് മാത്രം ഇട്ടിട്ട് പിന്നെ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. അന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടിടുക. അപ്പോൾ എന്തോ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അത് ഇടാനൊരു ചെറിയൊരു മടിയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഡ്രസ്സ് അതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആവാം ഇതുമൂന്ന് അതാവാം ഇക്കൊല്ലം ഇട്ടിട്ട്
എന്താ ഫോട്ടോ എടുക്കാമെന്ന് കരുതിയിട്ട് അതാണ് മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടുപേർക്കും ഇപ്പോൾ ഏകദേശം ഒരളവാണ് കേട്ടോ. നീനുട്ടാണെങ്കിൽ അവളുടെ ഒരു ഡയറ്റും കാര്യമൊക്കെ ആയിട്ട് മെലിഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതുമൂലം പിന്നെ ആ ഒരു ബോധമൊന്നും വെക്കാനുള്ള ടൈം ആയിട്ടില്ലല്ലോ. അവൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ആ ഒരു എന്താ പറയുക ഒരു അങ്ങനെ ശരീരം അങ്ങനെ തടി വെക്കുന്ന ഞങ്ങളെയൊക്കെ പോലെ തന്നെ എൻ്റെയൊക്കെ പോലെ തന്നെയാണ് അവളും. തടി എന്ത് ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് തടി വെക്കുന്ന ഒരു പ്രകൃതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ട് പേർക്കും ഒരേ അളവിലുള്ള ഡ്രസ്സ് ഞാൻ ഓൺലൈനിലൊക്കെ വാങ്ങുമ്പോഴും വാങ്ങാറുള്ളത് കേട്ടോ. അപ്പോൾ അതാ ഈ ക്ലോത്ത് കൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ മോഡലുള്ള ക്ലോത്ത് എവിടെ കണ്ടാലും എനിക്ക് എന്താ അറിയില്ല ഒരു ആകർഷണം കേട്ടോ. ഞാൻ ആ ഒരു ലവ് ചിഹ്നത്തിൻ്റെ ആ ഒരു ഹാർട്ട് ചിഹ്നം വരുന്ന ക്ലോത്ത് പല കളർ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഒരു 2-3 കളർ ഞാൻ വാങ്ങിയിട്ടുണ്ട്. എന്നാലും ഇത് കാണുമ്പോൾ ഞാൻ എന്തായാലും ഒന്ന് വാങ്ങും. അങ്ങനെ ഇപ്പം ഏതായാലും ക്രിസ്മസ് അല്ലെന്ന് കരുതി റെഡ് കളർ വരുന്നത് ഇപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ബ്ലൂവിൽ വരുന്നത് അത് അവിടെ കണ്ടപ്പോൾ ഞാൻ ഒരു പാൻറ്റിനും ടോപ്പിനും വേണ്ടിയിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അത് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് തയ്ക്കാം. നമുക്ക് ചെറിയൊരു പരിപാടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി നമുക്ക് ഈ ഒരു ക്ലോത്തിലാവാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ക്ലോത്ത് കൊണ്ട് ക്രിസ്മസ് ഡ്രസ്സ് തയ്ച്ചാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയാവില്ലേ? അപ്പോൾ ആ ഒരു റെഡ് കളറൊക്കെ ഇങ്ങനെ ഇടയിൽ വരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ക്രിസ്മസ് ടച്ച് അങ്ങോട്ട് വരും. ഇപ്രാവശ്യം ഞാൻ ഒരു പച്ച കളറിൽ ഉള്ള ക്ലോത്ത് കൊണ്ട് എന്താ പറയുക തയ്ക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും നമ്മൾ റെഡ് കളർ വെച്ചിട്ടാണ് ഡ്രസ്സൊക്കെ തയ്ക്കാറ്. അപ്പോൾ ഈ തവണ ഞാൻ ഗ്രീൻ ക്ലോത്ത് വാങ്ങണം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്താ എവിടെ പോയി വാങ്ങാനോ ഒന്നിനും ഒരു സമയം കിട്ടിയില്ല. ഒന്നും വിചാരിച്ച പോലെ ആവാത്തതുകൊണ്ട് ഇതൊക്കെ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഭയങ്കര ജോറായിട്ട് തന്നെ നമ്മുടെ കട്ടിങ് സ്റ്റിച്ചിങ്ങൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു തയ്ക്കുന്നതിൻ്റെ ഏകദേശം ഒരു മോഡൽ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യത്തിനാണ് ഞാൻ ക്ലോത്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക, ഞാൻ ഇതിൻ്റെ ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ വീഡിയോ എൻ്റെ സ്റ്റിച്ചിങ് ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് ഞാൻ അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇടയ്ക്ക് താഴെ പോയി ആ കിച്ചണിൽ പോയിട്ട് നമ്മുടെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ വിശക്കുന്നതിന് മുന്നേ ഫുഡും റെഡി ആവണമല്ലോ. അപ്പോൾ അത് റെഡിയാക്കുന്നുണ്ട്. വീണ്ടും ഞാൻ മുകളിൽ തന്നെ വന്നിട്ട് നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഞാനത് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ക്രിസ്മസൊക്കെ ആയതല്ലേ, അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ക്ലാസ് ഒന്നും ഉണ്ടാവില്ല, നമ്മുടെ എംബ്രോയ്ഡറി ക്ലാസ് ഉണ്ടാവില്ല എന്ന് കരുതി. ഇന്നലെ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ മോള് വന്നതുകൊണ്ട് പോയില്ല. അപ്പോൾ ഇന്ന് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്, വരികയാണെങ്കിൽ വന്ന് അറ്റൻഡ് ചെയ്തപ്പോൾ കുറച്ച് നേരം ഉള്ളൂ, ഒരു ഉച്ചയ്ക്ക് ശേഷം കുറച്ച് നേരം ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 1-1:30 ആകുമ്പോൾ പോകാമെന്ന് കരുതി. അപ്പോൾ പോകുന്നതിന് മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ. അപ്പം വത്തക്കയാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പോയത്. പിന്നെ നമ്മുടെ ഫുഡ് വൈകുന്നേരം വന്നിട്ട് കഴിക്കാമെന്ന് കരുതി. വൈകുന്നേരം വരുമ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ഫുഡ് നമ്മൾ നിർത്തേണ്ട ടൈമും ആവുമല്ലോ. അപ്പോൾ ആ നേരം കഴിക്കാമെന്ന് കരുതി ഞാനിതാ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി നോക്കുമ്പം ഫ്രിഡ്ജിൽ വത്തക്കയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് എടുത്ത് കഴിച്ചു. ഇത് ഫുള്ള് ഞാൻ കഴിച്ചിട്ടില്ല, കുറച്ച് ഇതുമും നീനുട്ടിയൊക്കെ ഉണ്ട്, അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിച്ച് എന്താ പറയുക, ഇത് കഴിക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് അധികം കലോറി ഉണ്ടാവില്ല. പക്ഷേ ഈ കൂടുതൽ വെള്ളം ഉള്ള ഒരു ഫ്രൂട്ട്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വയറ് നിറയും ചെയ്യും, ക്ഷീണം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കഴിച്ച് പക്ഷേ പെട്ടെന്ന് വിശക്കും കിട്ടും, നമുക്ക് വിശപ്പിൻ്റെ ഒരു വിളിയൊക്കെ വരും. പക്ഷേ എന്താ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് അങ്ങനെ വിശന്നാലും വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനവിടെ ക്ലാസ്സിന് പോവില്ല, അപ്പോൾ അവിടുന്ന് എന്തായാലും നമുക്ക് വിശക്കുക എന്നുള്ള ചിന്ത വരില്ല. അതുകൊണ്ട് ഞാനിത് കഴിച്ചിട്ട് പോകാം, വന്നിട്ട് കഴിക്കാം നമ്മുടെ ഫുഡ് എന്ന് കരുതുന്നത്. അപ്പോൾ വന്നിട്ട് നമുക്ക് സമാധാനത്തോടെ കഴിക്കാമല്ലോ. അങ്ങനെ ഇത് ഇരുന്ന് ഞാനത് കഴിച്ച് ഏകദേശം ഒരു 1 മണി 1:15 ആയിട്ടുണ്ട്. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. ഇന്ന് ക്ലാസ് ഉണ്ടാവില്ല എന്ന് കരുതി, പക്ഷേ എന്തായാലും എനിക്കൊരു ഭാഗ്യമായി. ഞാൻ ഇന്നലെ പോകാമെന്ന് വിചാരിച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നൊന്ന് പോയി ക്ലാസ്സൊക്കെ ഒന്ന് കുറേ ദിവസമായില്ലേ, കുറേ തുന്നാനൊക്കെ മറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒന്നാമത് എനിക്ക് ആ തുന്നൽ വലിയ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഈ തുന്നുക എന്നുള്ള പരിപാടി വലിയൊരു അതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അധികം ഇൻട്രസ്റ്റ് ഉള്ള പരിപാടി ആയിരുന്നില്ല. പക്ഷേ എന്തോ
അപ്പം ഇങ്ങോട്ട് ഉണ്ടായൊരു ഒരു തോന്നലാണ് അതൊന്ന് പഠിക്കണമെന്ന്. അപ്പോൾ അതും കൂടി ആവാമെന്ന് കരുതിയിട്ടുള്ള പോക്കാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 1-1.5 ആയപ്പോൾ നമ്മുടെ സ്റ്റിച്ച് അതിന് വേണ്ടിയിട്ട് ആ എംബ്രോയ്ഡറി ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ പോയി. അവിടുന്ന് മടങ്ങുമ്പോൾ ഇന്ന് പെട്ടെന്ന് മടങ്ങിയിട്ടുണ്ട്. ക്ലാസ് പെട്ടെന്ന് നിർത്തിയിട്ടുണ്ട്. അധികം ആൾക്കാരൊന്നും ഇല്ല, ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നിർത്തി. ഞാനൊരു 3:30 ആയപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങി നേരെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ അങ്ങോട്ട് പോകുന്ന ഒരു വഴി. കുറച്ച് ഏറ്റവും മുകളിലാണ്, ടോപ്പിലാണ്, 3ാമത്തെ നിലയിലാണ് കേട്ടോ എൻ്റെ ക്ലാസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് കയറി വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ അവിടെ പോയി ഞാൻ ഇന്ന് തുന്നിയതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാം. ഇതൊക്കെയാണ് ഇന്ന് തുന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ABCD എത്തിയിട്ടുള്ളൂ. ബാക്കി ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ കുറച്ച് നേരം തുന്നി ഞാനിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ മക്കൾക്ക് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ഇതിൻ്റെ ആവശ്യത്തിനുള്ള കുറച്ച് ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് ഞാനിതാ 4:45 വീട്ടിലെത്തിയപ്പോൾ കേട്ടോ. എത്തിയ പാടെ അവർക്ക് ആ ഒരു ബോണ്ടയാണ്, മസാല ബോണ്ട ഈനുട്ടി ഇതുമൂനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വാങ്ങി 3 വാങ്ങിയിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിനും, പക്ഷേ വേണ്ടാന്ന് പറഞ്ഞു. അപ്പം അത് അവർ തന്നെ പീസാക്കിയിട്ട് കഴിച്ചു കേട്ടോ. അവന് എനിക്ക് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ടാന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഇല്ല, ഇനി നമ്മളതൊന്നും കഴിക്കില്ല, ഇനി ആകെ ഒരാഴ്ചയും കൂടി ഉള്ളൂ അല്ലേ. അങ്ങനെ ഞാനിതാ വേഗം എൻ്റെ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടോ. അപ്പോൾ അതിൽ ഈ ഒരു സലാഡിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ കക്കരിക്ക, പിന്നെ ഇന്നലത്തെ ഉപ്പേരി ഉണ്ടായിരുന്നു, കോവക്ക കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കി, പിന്നെ 2 മുട്ട ഉണ്ട് കേട്ടോ, പുഴുങ്ങിയ മുട്ട പീസാക്കിയതുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഇപ്പോൾ ബീഫ്, ഇന്ന് ഉച്ചക്കത്തെ ബീഫ് കറിയില്ലേ, ആദ്യത്തെ ബീഫുണ്ട്. അത് കൂടാതെ നമ്മുടെ എന്താ പറയുക പനീറും ഉണ്ട് കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. ഒക്കെ ഒന്ന് ചൂടാക്കി പിന്നെ ഒന്ന് തണുത്തതിന് ശേഷം കക്കരിക്കൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി, പിന്നെ ആ ബീഫ് കറി പാർന്നിട്ടുണ്ട് അതിലേക്ക്. അതിന് മേലെ നമുക്ക് കുറച്ച് തൈരും പാർന്നിട്ടുണ്ട്. അതിന് മേലെ കുറച്ച് നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഇട്ടിട്ടുണ്ട്. ഒക്കെ കൂടി മിക്സാക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആ ഒരു പുളിയും തൈരിൻ്റെ പുളിയും അച്ചാറിൻ്റെ പുളിയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെളുത്തുള്ളി കടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കൂടെ ഒരു നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല വയറൊക്കെ നിറഞ്ഞു. ഇതായിരുന്നു നമ്മൾ വൈകുന്നേരം ഒരു 5 മണി ആവാനായിട്ടുണ്ട് ആ ഒരു ടൈം കഴിച്ചത്. ഇത് കഴിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ഫുഡ് അങ്ങോട്ട് നിർത്തി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എന്നും വെയിറ്റ് ഇടണോ എന്നൊരു ചിന്ത എനിക്കുണ്ട്. അപ്പോൾ എന്നും വെയിറ്റ് അപ്ഡേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി എന്നും രാവിലെ വെയിറ്റ് ഇടാം. ഇനി നമുക്ക് വെറും എണ്ണാനുള്ള ദിവസങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഇട്ട് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ ഞാൻ ആ വെയിറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിലൊന്ന് നമ്മുടെ കമൻറ്റിലൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇവിടെ നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ്. വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇനി നാളെ നമുക്ക് നമ്മുടെ പുതിയ വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഉടുപ്പുകളൊക്കെ ഞാൻ തയ്ക്കുന്ന ഡ്രസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.